നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ കോട്ടയായ ഉത്തർപ്രദേശിൽ ഇത്തവണ കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു. യുപിയിൽ സംഭവിച്ച ചില ചതികളാണ് ഇതിനു പിന്നിൽ സംഭവിച്ചത്. ഇതിനു കാരണമായ പ്രധാനപ്പെട്ട കാരണങ്ങളെ ചർച്ച ചെയ്ത് പാർട്ടിയുടെ കരുത്തുകൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പാർട്ടിയുടെ മോശം പ്രകടനത്തിന് കാരണമായ രണ്ട് പ്രധാന ഘടകങ്ങളാണ് പാർട്ടിക്കുള്ളിലെ വിയോജിപ്പും ജില്ലാ ഭരണ സംവിധാനത്തിൽ നിന്നുള്ള സഹകരണമില്ലായ്മയും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേടിയ 62 സീറ്റിൽ ബിജെപിയുടെ നില 33 കുറഞ്ഞു. ടാസ്ക് ഫോഴ്സ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ മണ്ഡലങ്ങളിൽ നിന്നുള്ള 12 ജില്ലാ മജിസ്ട്രേറ്റുമാരെ മാറ്റിക്കൊണ്ട് യോഗി പണി തുടങ്ങി. ബിജെപിയുടെ ഒറ്റ ടിക്കറ്റ് വിതരണത്തിൽ വന്ന പാളിച്ചകൾ, ബിജെപി ഭരണഘടനയ്ക്ക് ഭീഷണിയാണെന്നുള്ള പ്രതിപക്ഷത്തിന്റെ പ്രചരണവും ബിഎസ്പി വോട്ട് സമാജ്വാദി പാർട്ടിയിലേക്ക് മാറിയതുമൊക്കെ യുപിയിൽ ബിജെപിക്ക് മോശം സ്ഥിതി സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ബിജെപിയുടെ തകർച്ചയ്ക്ക് പിന്നിലെ ഒരു പ്രധാന ഘടകം ആഭ്യന്തര വിയോജിപ്പാണ്. ഇത് പ്രാഥമികമായി ടിക്കറ്റ് വിതരണത്തിലെ പ്രശ്നങ്ങളും ഠാക്കൂർ സമുദായത്തിലെ അതൃപ്തിയുമാണ്. രൂപാല രാജ്കോട്ട് സീറ്റിൽ വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ മറ്റു പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് യുപിയിലെ ഠാക്കൂർ ആധിപത്യമുള്ള പൂർവാഞ്ചലിൽ ബിജെപിയുടെ പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിർണായക വലയത്തിലെ 27 സീറ്റുകളിൽ 20-ൽ നിന്ന് 11 അവരുടെ എണ്ണം കുറഞ്ഞതോടെ ഈ തിരിച്ചടി ബിജെപി നേതൃത്വത്തിലുള്ള എൻഡിഎയുടെ പ്രകടനത്തെ സാരമായി തന്നെ ബാധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കില്ലെന്ന് രാജഭയ്യ പ്രഖ്യാപിച്ചു. അതുപോലെ ബിജെപിയുടെ റായ്ബറേലി സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗും കാവ്യ ക്യാമ്പിനുള്ളിൽ അതൃപ്തി നേരിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര ടിനിയുടെ സ്ഥാനാർത്ഥിത്വവും അണികൾ സ്വാഗതം ചെയ്തിട്ടില്ല. ഭരണഘടനയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പുതിയ ഭരണഘടന ഉണ്ടാക്കാൻ സർക്കാരിന് പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം വേണമെന്ന് പറഞ്ഞുള്ള ബിജെപി സ്ഥാനാർത്ഥി ലല്ലു സിംഗിന്റെ വീഡിയോ വൈറലായതിനു തൊട്ടു പിന്നാലെയാണ് തർക്കം ആരംഭിച്ചത്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി സർക്കാരിനെ മൂലക്കിരുത്താൻ ശ്രമിച്ച പ്രതിപക്ഷത്തിന് ഈ പ്രസംഗം പുതിയ വെടിമരുന്ന് നൽകി. അംബേദ്കർ തന്നെ അത് ചെയ്യാൻ ശ്രമിച്ചാലും ഭരണഘടന മാറ്റാൻ കഴിയില്ലെന്ന് മോദി രാജ്യത്തിന് ഉറപ്പു നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പരാമർശം പുറത്തുവന്നത്. സിംഗിന്റെ വിവാദ പരാമർശം പാർട്ടിക്ക് വിനാശകരമായി മാറിയെന്നതിൽ സംശയമില്ല. എന്തായാലും ഇതിനെയൊക്കെ തിരുത്തിക്കൊണ്ട് മുന്നേറാനാണ് യോഗിയുടെ തീരുമാനം. അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.